Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ നമ്മൾ വേൾഡ് കപ്പ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കും ക്ലബിലൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ നമുക്ക് ടൈം സെറ്റായില്ല. നമുക്ക് എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമുക്ക് നാളത്തെ സ്റ്റോക്ക് നമുക്ക് നോക്കാം. കൂടാതെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പിൻ്റെ ഒക്കെ ഒന്ന് ചാർട്ടിലൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. ഇന്ന് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു 95 പോയിൻറ്റിൻ്റെ ഒരു ചെറിയൊരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ഉണ്ടായത്. പക്ഷേ 24,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് അതിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കൺസോൾട്ടേഷനാണ്. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇപ്പോൾ ആ റേഞ്ചിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. ഇപ്പോൾ ഒരു ബ്ലാക്ക് ലൈൻ ഈ ഒരു ബ്ലൂ ലൈനിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. പക്ഷേ ചാർട്ട് കണ്ടിടത്തോളം മേലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ചാർട്ടാണ്. കാരണം ഈ ഒരു ലോന്ന് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയി, അതിന് ശേഷം താഴത്തോട്ട് വന്നു, വീണ്ടും മേലോട്ട് പോയി, വീണ്ടും താഴത്തോട്ട് വന്നു, ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും മേലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റിയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ അതിനുള്ളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമാണ് നിഫ്റ്റിയിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. പക്ഷേ ചാൻസ് വളരെ കൂടുതലാണ്. മേലോട്ട് പോകാനാണ് കൂടുതൽ സാധ്യത, താഴത്തോട്ട് വരുന്നതിനേക്കാളും മേലോട്ട് പോകാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ നമുക്ക് സ്മോൾ ക്യാപ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്മോൾ ക്യാപ്പ് നമ്മൾ നിഫ്റ്റിനേക്കാളും കുറച്ചുകൂടി സ്ട്രെങ്ത് ഉണ്ട്. ഓൾ ടൈം ഹൈനോട് അടുത്തൊരു കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടും. ചിലപ്പോൾ കുറച്ച് ദിവസം ഒരു കൺസോൾട്ടേഷൻ നടന്ന ഒരു ബ്രേക്ക് ഔട്ട് കിട്ടാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്മോൾ ക്യാപ്പും നമുക്ക് നല്ലൊരു സ്ട്രെങ്ത് കാണുന്നുണ്ട്. നിഫ്റ്റി ആണെങ്കിലും ഓൾ ടൈം ഹൈൻ്റെ അടുത്തല്ല, എന്നാലും കുറച്ച് താഴത്താണ്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പൊക്കെ നിഫ്റ്റി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്മോൾ ക്യാപ്പ് വളരെ അണ്ടർ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇൻഡെക്സ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഒന്ന് കയറി വരുന്നത്. അപ്പോൾ നമുക്ക് ഈ റേഞ്ചൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ ക്യാപ്പ് അതുപോലെ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് പോകാം. സ്റ്റോക്കിൻ്റെ പേര് റെയിൻ എന്നാണ്. 212 രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് 2% മുകളിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വീക്ക്ലി ചാർട്ട് എടുക്കാം. വീക്ക്ലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് നടക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. ചാർട്ടിൻ്റെ പാറ്റേൺ ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ലൊരു സ്ട്രെങ്ത്ത് കാണുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. അപ്പോൾ നമുക്കിതിലേക്ക് ഈ സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 475 അപ്പോൾ ഏകദേശം ഇനിയും 219, 212 റേഞ്ചിനാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും നല്ലൊരു പോസിബിലിറ്റി ഉണ്ട്. മേലോട്ടൊക്കെ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മിഡ് ടൈം ഒരു 1 ഇയർ ഒക്കെ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചിലപ്പോൾ നമുക്കൊരു 50% ഒക്കെ നമുക്ക് പ്രോഫിറ്റൊക്കെ കിട്ടാനുള്ള സാധ്യത. നമ്മളൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, നമ്മളൊരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് റേഞ്ചാണ്. ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് മേലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്കൊരു എൻട്രി എടുക്കാവുന്നതാണ്. എൻട്രിയും ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സ്റ്റോക്കുകൾ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. റെയിൻ പറഞ്ഞ സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസും എൻട്രി ഒക്കെ എവിടെയെന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ എൻട്രി ട്രിഗർ ആകുമ്പോൾ ഞാനത് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അതിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ഇതുപോലെ മറ്റൊരു സ്റ്റോക്കും അതുപോലെ ചാർട്ടിൻ്റെ അനലൈസൊക്കെ ആയിട്ട് നാളെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.